Hi, hello, എല്ലാവർക്കും Tattva Competitive Exam Cornerന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആണ് അല്ലേ? മെഗാ റിവിഷൻ ഡേ അഥവാ റിവിഷൻ ഡേ മോക്ക് ടെസ്റ്റ് 3 ആണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, കൂട്ടത്തിൽ വേറെ ഏതാണ് മലയാളം അല്ലേ? ഈ 3 സബ്ജക്ട്സിനാണ്. കൂട്ടത്തിൽ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചു വന്നിട്ടുള്ള എക്കണോമിക്സും സിവിക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. മെഗാ റിവിഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാമാണ് ഇന്ന് പഠിച്ചതെന്ന് വിചാരിക്കുന്നു. ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നെക്സ്റ്റ് ദിവസം അതായത് നാളെ തൊട്ട് തുടങ്ങുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്ത് തുടങ്ങുന്നവർ നാളെ തൊട്ട് എങ്ങനെ ചെയ്യേണ്ടത്? 2 ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം നമുക്ക് ആദ്യത്തെ റിവിഷൻ ഡേ കാണും. പിന്നെ 2 ദിവസം പഠിച്ചിട്ട് റിവിഷൻ ഡേ കാണും. ഇതുപോലെ 7ാമത്തെ ദിവസം അതായത് 14ാം തീയതി വരുന്നത് എന്തായിരിക്കും? മെഗാ റിവിഷൻ ഡേ ആയിരിക്കും. അന്ന് നമുക്ക് ഇതുപോലെ മെഗാ റിവിഷൻ ഡേയുടെ അന്ന് നല്ല രീതിയിൽ എല്ലാ സബ്ജക്ട്സും പഠിക്കുക. കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളം കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 35 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു PDF ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റാൻ നമുക്ക് സമയമൊത്തില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് PDF ആയിട്ട് വെച്ചിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് വരുവാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ക്ഷമിക്കുക. മാക്സിമം നല്ല രീതിയിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PDF ആദ്യം എടുക്കുക, അല്ല ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക. അതിന് ശേഷം ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചെയ്യുന്നത് പോലെ തന്നെ എഴുതി പോവുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് 35-ൽ കിട്ടിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാർക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്മാർട്ട് വർക്ക് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.